തിരുവനന്തപുരത്ത് വിളപ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റായി NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച സൗമ്യ പി വിജയിച്ചു. മാറനല്ലൂരിലും BJPക്ക് ഭരണം. BJPയുടെ PS മായ പഞ്ചായത്ത് പ്രസിഡന്റായി. മുതാക്കൽ പഞ്ചായത്തിൽ അഴൂർ പഞ്ചായത്തിലും BJP ഭരണം പിടിച്ചെടുത്തു. അതിയന്നൂർ പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ BJP അധികാരത്തിലേക്ക്. വിവരങ്ങൾ പ്രജിത് മോഹൻ നൽകും. പ്രജിത്, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അശ്വതി, ദേശീയതയുടെ തരംഗം കേരളത്തിലാകെ ആഞ്ഞടിക്കുമ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ പലയിടത്തും BJP വിജയിച്ച് കയറുന്ന ദൃശ്യങ്ങൾ അല്ലെങ്കിൽ കാഴ്ചകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് തിരുവനന്തപുരത്തെ വിളപ്പിൽ പഞ്ചായത്തിലാണ്. ഇവിടെ BJPയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച സൗമ്യ പി അവർ വിജയിച്ച് കഴിഞ്ഞു. വോട്ടുകൾ അസാധുവൊന്നുമില്ല, കൃത്യം വോട്ടുകൾക്ക് തന്നെ BJP അധികാരത്തിലേറിയിരിക്കുന്നു. കഴിഞ്ഞ തവണ BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി, ഇത്തവണ BJP അധികാരത്തിലേക്ക് ഏറുന്നു. അങ്ങനെ വിളപ്പിലെ ആദ്യത്തെ BJP പ്രസിഡന്റ് സൗമ്യ പി ആണ് നമുക്കൊപ്പം ഉള്ളത്. ഈ ഘട്ടത്തിൽ എന്താണ് പറയാനുള്ളത്? ഒരു പുതിയ ചരിത്രം കുറിക്കുകയാണ് BJP. ചരിത്രം കുറിക്കുകയാണ്. ഇത് വലിയ സന്തോഷമാണ്, ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമാണ്. ഇനി ഇതുപോലെ തന്നെ അങ്ങോട്ട് തന്നെ ഇതുപോലെ തന്നെ ഞങ്ങൾ പോകും. വലിയൊരു ഉത്തരവാദിത്തമാണ്. കാരണം BJP എന്ന് പറയുമ്പോൾ ജനങ്ങൾ ചിന്തിക്കുന്നത് വികസനത്തെക്കുറിച്ചായിരിക്കും. അപ്പോൾ ആ വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കുക എന്നുള്ളത്, കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കും അവർ ആലോചിക്കുന്നത്. അതിനനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളത് വലിയ ഉത്തരവാദിത്തം കൂടിയാണല്ലേ? ഉണ്ട്. പാർട്ടി ഒരുമിച്ച് ഞങ്ങൾ ഈ ഉത്തരവാദിത്തം എല്ലാം ഏറ്റെടുത്ത് ഞങ്ങൾ നടപ്പിലാക്കും. വലിയ മുന്നേറ്റം കാഴ്ചവെച്ച സ്ഥലങ്ങളൊന്നാണ്. ഇനി ഈ മുക്കമ്പാലും വിജിച്ചേട്ടൻ ഇവിടെ ഉണ്ട്. നമ്മുടെ BJPയുടെ മറ്റ് ആളുകൾ കൂടിയുണ്ട്. എങ്ങനെ നമ്മുടെ ഈ സൗത്ത് ജില്ലയിലെ വിജയത്തെക്കുറിച്ച് കൂടുതൽ എന്താണ്, ഏതൊക്കെ പഞ്ചായത്തുകളിലാണ് ഇപ്പോൾ നമ്മൾ വിജയിച്ചിരിക്കുന്നത്? ഇപ്പോൾ നമ്മൾ വിളപ്പിൽ നിന്ന് അധികാരമേറ്റു. അതേപോലെ തന്നെ മാറനല്ലൂർ പഞ്ചായത്തും നമ്മൾ ഇന്ന് അധികാരമേറ്റി. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വിജയിച്ചിരിക്കുകയാണ്. 2 പഞ്ചായത്തിൽ കാട്ടാക്കട സംഘടനാ മണ്ഡലത്തിൽ 2 പഞ്ചായത്തുകൾ, 3 പഞ്ചായത്തിൽ 2 പഞ്ചായത്തുകൾ നമുക്ക് അധികാരത്തിലെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. അതിലുപരി ജനങ്ങൾ വലിയൊരു പ്രതീക്ഷയോട് കൂടിയാണ് BJP കാണുന്നതെന്ന് തീർച്ചയായിട്ടും നമുക്കറിയാം. അതിനനുസരിച്ച് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീർച്ചയായും നമ്മുടെ ഈ മുഴുവൻ മെമ്പർമാരടക്കമുള്ള ഭരണസമിതിയിലെ ആൾക്കാർ, വിജയിച്ചു വന്നവരുടെ എല്ലാം തീരുമാനം ആ നിലയ്ക്ക് തന്നെയാണ്. പാർട്ടിയും തീർച്ചയായും അതിൻ്റെയോടൊപ്പം ഇവരുടെ ഒപ്പം നിന്ന് ഈ സപ്പോർട്ട്, പൂർണ്ണമായ സപ്പോർട്ട് നൽകുന്ന ഈ അവസരത്തിൽ പറയുന്നു. നമസ്തേ. ജില്ലാ പ്രസിഡന്റ് മറ്റൊരു സ്ഥലത്തേക്ക് പോയി. ഇവിടുത്തെ ജില്ലാ സെക്രട്ടറി നമ്മുടെ മുളേറ രതീഷേട്ടൻ ഇവിടെ ഉണ്ട്. രതീഷേട്ട ജില്ലാ വൈസ് പ്രസിഡന്റ് അല്ലേ? മറന്നുപോയി. അപ്പോൾ ജില്ലാ വൈസ് പ്രസിഡന്റ് മുളേറ രതീഷേട്ടനുണ്ട്. നമ്മുടെ ജില്ലയിലെ ഒരു വിജയത്തിന്റെ ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ്? അപ്പോൾ നിലവിൽ ജില്ലയിൽ നിന്ന് മാത്രമല്ല, കേരളത്തിൽ വലിയ സന്തോഷത്തിലാണ് BJP. നമ്മുടെ സൗത്ത് ജില്ലയെ സംബന്ധിച്ച് നിലവിൽ 4 പഞ്ചായത്തുകളാണ് BJPക്ക് ഒരു സാധ്യത ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു അതിയന്നൂർ പഞ്ചായത്ത് ഞരക്കിലൂടെ BJPക്ക് കിട്ടി. ഇപ്പോൾ വിളപ്പിൽ പഞ്ചായത്തും മാറനല്ലൂർ പഞ്ചായത്തിലും അധികാരത്തിലേക്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇപ്പോൾ മലയൻകീഴ് പഞ്ചായത്ത് ഒരു അനിശ്ചിതത നിൽക്കുന്നൊരു സാഹചര്യമാണ്. അതുപോലെ തന്നെയാണ് കല്ലിയൂർ പഞ്ചായത്തിൽ അവിശുദ്ധമായൊരു കൂട്ടുകെട്ട് കൊണ്ട് BJPയെ പുറത്താക്കുന്ന ഒരു സ്ഥലത്തിലേക്ക് ജനങ്ങൾ BJP അംഗീകരിച്ചുവെങ്കിലും രാഷ്ട്രീയമായി CPM-ഉം കോൺഗ്രസും തമ്മിൽ ഒരു അലയൻസ് ഉണ്ടാക്കിക്കൊണ്ട് BJP പുറത്തു നിൽക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം അവിടെ നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിൽ BJPയെ സംബന്ധിച്ച് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത്, കേരളത്തിലെ BJP പ്രവർത്തകരെ സംബന്ധിച്ച് ലോകത്തുള്ള BJP ഭരണമെന്ന് താല്പര്യപ്പെടുന്നവർ, നരേന്ദ്രമോദി ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒരു വികസനം കൊണ്ടുവരാൻ BJPക്ക് വലിയ അംഗീകാരമാണ് ഈ കഴിഞ്ഞ നമ്മുടെ 9 നടന്ന തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിലെ ജനത BJPക്ക് സമ്മാനം നൽകുന്നതും. പ്രത്യേകിച്ച് വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ 2020-25 കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിൽ വിളപ്പിൽ ജനത BJP അധികാരത്തിൽ ഏറ്റവും തരത്തിലേക്ക് കൊണ്ടെത്തിയതാണ്. ചെറിയ ഒരു മാർജിനാണ് നമുക്ക് ഭരണം നഷ്ടപ്പെട്ടത്. ഇപ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ വിളപ്പിലെ ജനത അംഗീകരിച്ചിരിക്കുന്നു. ഒപ്പം നമ്മുടെ ദീപക്, അദ്ദേഹം ബ്ലോക്ക് മെമ്പർ എന്നതിലുപരി പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ്. വലിയ മുന്നേറ്റമാണ് സൗത്ത് ജില്ലയിൽ ഉണ്ടാക്കാൻ പറ്റിയതെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും. സൗത്ത് ജില്ലയിൽ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ 3 പഞ്ചായത്തുകളിൽ, അതിൽ വിളപ്പിൽ, മാറനല്ലൂർ, അതിയന്നൂർ പഞ്ചായത്തുകളിൽ BJP ഭരണം ഉറപ്പിച്ചു കഴിഞ്ഞു. അതിനൊപ്പം തന്നെ ചില പഞ്ചായത്തുകളിൽ ചില അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ ചില അവിശുദ്ധ കൂട്ടുകൾ, പ്രത്യേകിച്ച് കല്ലിയൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ ചില അവിശുദ്ധ കൂട്ടുകെട്ടുകളും രൂപപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പഞ്ചായത്ത് അത് തന്നെയാണ് തിരുവനന്തപുരം വിളപ്പിൽ പഞ്ചായത്തിലും മാറനല്ലൂരിലും ഒക്കെ BJPക്ക് വൻ വിജയമാണ് BJP സ്വന്തമാക്കിയിരിക്കുന്നത്.